എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷനാണ് മരണമാസ്. മരണമാസ് സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ട് എന്ന് കരുതണ്ട, ഏപ്രിൽ ഫുൾ ആണ്, തെറ്റിദ്ധരിപ്പിച്ചാണ്. പക്ഷെ അങ്ങനെയായിരുന്നു വിചാരിച്ചായിരുന്നു കേട്ടോ. പക്ഷെ വന്നു. അയ്യോ, ആദ്യമായിട്ട് കൺവിൻസിങ് സ്റ്റാർ പറ്റിച്ചില്ല, കൺവിൻസ് ചെയ്ത് അങ്ങ് സെറ്റാക്കി തന്നു, ചതിച്ചില്ല. ആള് ഒരു സ്പെഷ്യൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സാധാരണ സംഭവിക്കാറുള്ള ഒരു ചതിയാണ്, പക്ഷെ അത് എന്തായാലും ചതിയൊന്നും വന്നില്ല. ഏപ്രിൽ 1 എന്നുള്ള ഡേറ്റ്, പിന്നെ ഇത് അനൗൺസ് ചെയ്തത് സുരേഷ് കൃഷ്ണ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്നും സംഭവിക്കില്ല എന്നായിരുന്നു പ്രതീക്ഷ. ഇത് ആൾക്ക് തന്നെ അറിയാം, ഇത് അനൗൺസ് ചെയ്യുമ്പോ തന്നെ പ്രേക്ഷകർ എങ്ങനെയായിരിക്കും ഇത് എടുക്കാന്നുള്ളത്. ആളുടെ ചിരിയുടെ സംസാരത്തിൽ തന്നെ ഉണ്ടല്ലോ, വിശ്വസിക്കണോ വേണ്ടിയോ എന്ന് തന്നെ നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ആയിപ്പോയി. എന്താണെങ്കിലും സംഭവം പുറത്തു വന്നിട്ടുണ്ട്. പറ്റിപ്പായിരുന്നില്ല, എന്തായാലും ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഒരു കുറച്ച് നാളത്തേക്കുള്ളൊരു ഇതാണോ എന്നൊരു സംശയമുണ്ട്. അതായത് ഒന്ന് ശരിയാക്കി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അയാളോട് കുറച്ചുകൂടി വിശ്വാസം കൂടുതൽ ഊട്ടുറപ്പിച്ചാണ് ആ ഒരു സംഭവം. ഇനി കുറച്ച് കഴിയുമ്പോഴായിരിക്കും അടുത്ത പരിപാടി തുടങ്ങുന്നത്. ഇനി ഒരു കുറച്ച് കാലത്തിന് ആളെ എല്ലാരും വിശ്വസിക്കും. അതാണ് നമ്മളെ പറ്റിക്കാൻ ആൾക്ക് പറ്റും. അതെ, ഓക്കെ. എന്തായാലും ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ട്. ശിവപ്രസാദാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. നമ്മുടെ ടോവിനോ തോമസ് ആണ് നിർമ്മാണം, ബേസിൽ ജോസഫാണ് നായകൻ. ഒരുപാട് കാസ്റ്റിംഗ്, അടിപൊളി ടീമൊക്കെ വരുന്ന ഒരു സിനിമയാണ്. പിന്നെ ഫുള്ള് സ്റ്റൈലിഷ്, വേറെ പരിപാടി. ബേസിലിന് ഇങ്ങനത്തെ ലുക്കിൽ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. സിഗ്മ ലുക്കിലാണ് ആള് വരുന്നത്. സിഗ്മക്ക് പ്രത്യേക ലുക്ക് ഉണ്ടോ അല്ലേ? എനിക്കറിയില്ല, എന്തായാലും ഇതാണ് ആ ലുക്ക്. അതാണ് ഇവര് പറയുന്ന ലുക്ക് ഇതാണ്. അതെ, കാണാം. തലയിൽ ചുറ്റുകൊണ്ട് ശേഷം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിൽ സീരിയൽ കൊലപാതകങ്ങൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഡിപ്പാർട്ട്മെന്റിൽ തന്നെ സമർത്ഥനായ അന്വേഷണ ഉദ്യോഗസ്ഥൻ അജയ് രാമേന്ദ്രൻ ഈ കേസ് ഏറ്റെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ആംഗ്രി യങ്സ്റ്റർ ബേസിൽ ജോസഫ് കുടലിട്ട് മീൻ പിടിച്ച് വർഗീയ കലാപം ഉണ്ടാക്കി. നമ്മുടെ പോലീസ് സ്റ്റേഷനിലെ ഫോട്ടോ ടോയ്ലറ്റിലിട്ട് വിൽക്കാൻ നോക്കിയൊരു കേസ് ഉണ്ടായിരുന്നു. കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി നമ്മുടെ സ്കൂളിൽ തീയിടാൻ പറഞ്ഞോളാം. ഞാൻ പക്ഷെ സ്റ്റാഫ് മാത്രമേ കത്തിച്ചു. ഡിസംബർ 16 എന്റെ കല്യാണം. ഏതെങ്കിലും ഒരു നാറ് ഈ കല്യാണം മുടക്കാൻ നോക്കിയാൽ നിന്റെ ഒക്കെ നെഞ്ചത്തൂടെ ബസ്. നാട്ടിൽ ഭീതി പരത്തിയ സ്ഥിരീകരിക്കില്ലറെ ജീവനോടെയോ അല്ലാതെയോ പിടിച്ചു നൽകുന്നവർക്ക് 10 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിക്കുകയാണ്. കൊലച്ചിരിയുടെ ഓളങ്ങളിൽ ചോര കൊണ്ട് കവിത രചിക്കാം. ഒരു തേങ്ങലിന്റെ അറ്റത്ത് ചുറ്റിക കൊണ്ട് ചുരറ്റിയെത്തിക്കാം. നീ മരിച്ചതായി ഞാൻ കൊന്നതായി നീയും കണക്കാക്കുക. തിരയില്ല ചോരക്കടലിൽ മരണത്തിന് തോണി തുഴയാം. പുനർജന്മങ്ങളിൽ നീ ബലിക്കാക്കിയായി വാനുയരുമ്പോൾ ദൂരെ നിന്നും ഞാൻ വെടിവെച്ചിരുന്നു. നീ എവിടെ ഇരുന്നു? അവിടെ കൊടും വയലൻസ് ഇറക്കാൻ പോ. അത് കണ്ട നീ പേടി. അവിടെ ശിവപ്രസാദ് തീയാകുന്നു. അടിപൊളി. ഏപ്രിൽ 10 എല്ലാം കൊണ്ടായി ഏപ്രിൽ 10 എല്ലാം ഒരു ദിവസം തന്നെ തിരികെ അല്ലേ? എങ്ങനെ കാണുതൊക്കെ ഒരു ദിവസം കൊണ്ട്. എത്ര ഗുഡ് ബഡഗ്ലി, ബസൂഖ, ആലപ്പുഴ ജിംഖാന, മരണമാസ്, 4 പടം. ഇതെങ്കിലും ഒന്ന് മാറ്റി തരും കരുതി അല്ലേ? ഒരു ദിവസം അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ വെച്ചാൽ മതിയായിരുന്നു. പക്ഷെ ട്രെയിലർ ഒരു രക്ഷയില്ല, സൂപ്പർ സാധന. ഒരുപാട് പ്രതീക്ഷ കൂടി ഇരുന്ന് ചിരിച്ചു മറിയാനും പിന്നെ അത്യാവശ്യം ചിന്തിക്കാനുമുള്ള സാധനം ഉണ്ടെന്നാണ്. ഏതാണെങ്കിലും ചിന്തിക്കാണ്ടോ അതില്? എനിക്ക് തോന്നുന്നറിയോ, ചിന്തക മാറ്റി വെച്ച് ഫുൾ പൊളി പരിപാടിയൊക്കെ. ഒരു സിഗ്മ മെയിൽ എങ്ങനെ ആകരുത് എന്ന് ചിന്തിക്കാനുണ്ട് കേട്ടോ. ഇതിനകത്ത് ഒരുപാട് പ്രണയോ
ഏണോ സിഗ്മായിൽ എന്ന് പറഞ്ഞ് കാണിക്കുന്നത് ഇങ്ങനെന്നല്ല നമ്മളിലെ. അല്ല പിന്നെ ശരി. കൊള്ളാം. എന്തായാലും കേട്ടോ ആംഗ്രി യങ് സൂപ്പർ സ്റ്റാർ ബേസിൽ ജോസഫ് ആളുടെ ലുക്ക് ഭയങ്കര രസമായിട്ടുണ്ട്. അതെ. ഇതാണ് പോലെ അന്ന് പുറത്ത് കാണിക്കാതെ കുറെ തൊപ്പിയൊക്കെ വെച്ച് ചീഞ്ഞ് പഴുത്തിരിക്കാന്നൊക്കെ പറഞ്ഞത്. എന്നിട്ട് ഫസ്റ്റ് ലുക്കിൽ ഞെട്ടിച്ചു. ശരി. കൊള്ളാം. എന്തായാലും ഒരൊറ്റ ബസ് യാത്ര, അതിൽ കല്യാണം കഴിക്കാൻ, അത് കുറേ കാലമായിട്ട് കല്യാണം നടക്കാതിരിക്കുന്ന ആളായിട്ടാണ് തോന്നുന്നത് നമ്മുടെ സുരേഷ് കൃഷ്ണയുടെ ക്യാരക്ടർ. ജിജു സണ്ണിയാണ് ഇതിൽ ആളുടെ ക്ലീനറായിട്ടോ കണ്ടക്ടറായിട്ടോ ഒരാളായിട്ട്. അപ്പോൾ ആള് ഇതിൽ കൂടെ നിൽക്കുന്ന, ഈ ക്യാരക്ടറിന് എന്ത് പറഞ്ഞാലും കൂടെ നിൽക്കുന്ന ഒരാൾ ആശാനായിരിക്കും. അതായത് സുരേഷ് കൃഷ്ണ ആശാനായി വരും. പിന്നെ ഒരു സീരിയൽ കില്ലർ, പിന്നെ ഇവർ രണ്ടുപേരും അതിൽ വരുന്നുണ്ട്. അത് ഈ നടിയും നമ്മുടെ സിഗ്മ മെയിൽ ബേസിൽ ജോസഫിൻ്റെ ക്യാരക്ടറും. അത് ഇവർ ബ്രേക്കപ്പ് ആയെന്ന് തോന്നുന്നു അതിന് മുൻപ്. അതിനുശേഷം വീണ്ടും ഒരുമിച്ച് അവർ ഈ ബസ്സിൽ ഒരുമിച്ച് യാത്ര ചെയ്യുന്നുണ്ട്. ഇയാളാ ഈ ബസ്സിൽ കയറുന്ന അയാളെ പിടിച്ച് ചവിട്ടി കൂട്ടിയിട്ട് അതെ അതെ അതെ, അത് സെക്കൻഡ് ലുക്ക്. താഴെ ഒരാളെ ചവിട്ടി കൂട്ടിയിട്ടേക്കുന്നത് അത് ആ സീനാണെന്ന് തോന്നുന്നു. എന്താണെങ്കിലും പിടികിട്ടാപ്പുള്ളിയാണ്. അയാളെ പിടിച്ചിട്ടായിരിക്കും പിന്നെ അങ്ങോട്ട് എന്തൊക്കെയോ നടക്കുന്നു. അതായത് ആളുടെ ഹോബികളൊക്കെയാണ് പെരിഞ്ചാതി ഹോബികള്. അതായത് മറ്റേ അമ്പലക്കുളത്തില് അമ്പലക്കുളത്തില് കോഴീന്റെ കുടലിട്ടിട്ട് മീൻ പിടിക്കുക, പിന്നെ പോലീസ് സ്റ്റേഷൻ സെയിലുണ്ടെന്ന് പറഞ്ഞിട്ട് OLX എന്തല്ലേ ഭ്രാന്തനല്ലേ, സൈക്കോ. പക്ഷെ ആള് പാവാണെന്ന് തോന്നുന്നു. അതെ, പാവാണെന്ന് തോന്നുന്നു. എന്താണെങ്കിലും ഒരു ബേസിലിന്റെ ഇപ്പൊ ലാസ്റ്റ് കണ്ടത് പൊന്മാനായിരുന്നു. പൊന്മാന് ശേഷം ഒരു അടിച്ചുപൊളി സിനിമയാണ് പ്രതീക്ഷയുള്ള ഒരു മുതലായി മാറിയിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും. ഇപ്പൊ എന്താ മിനിമം ഗ്യാരണ്ടിയാ വരുന്ന സിനിമകളൊക്കെ ഇപ്പൊ ഭയങ്കര പ്രതീക്ഷ. അതെ. ഇപ്പം ആലപ്പുഴ ജിംഖാന ആണെങ്കിലും, പിന്നെ നമ്മുടെ ഗുഡ് ബാഡ് അഗ്ലി, മരണമാസ്, ഇതെല്ലാത്തിനും പ്രതീക്ഷയുള്ള സിനിമകൾ. ഒരെണ്ണം പോലും മോശമാകുമെന്ന് വിചാരിച്ചിരിക്കുന്ന സിനിമകളില്ല. ഒക്കെ ഗംഭീര സിനിമയാവട്ടെ. അതെ. എന്തായാലും വമ്പൻ ടീം തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ളത്. ചമൻ ചാക്കോ എഡിറ്റിംഗ്, ചില്ലറക്കാരിയാണോ വിഷ്ണു ഗോവിന്ദ്, ഐഡന്റിറ്റി ചമൻ ചാക്കോ അല്ലേ. നമ്മുടെ ഓഫീസർ ഓൺ ഡ്യൂട്ടി, സോറി ഓഫീസർ ഓൺ ഡ്യൂട്ടി, ഐഡന്റിറ്റി അല്ല, ഓഫീസർ ഓൺ ഡ്യൂട്ടി. എല്ലാം ഇങ്ങനത്തെ ഡ്യൂട്ടി ഒക്കെ ആയതുകൊണ്ട് മാറിപ്പോയതാ. ഓഫീസർ ഓൺ ഡ്യൂട്ടി അതിന്റെ ചമൻ ചാക്കോ ആയിരുന്നു. പിന്നെ വിഷ്ണു ഗോവിന്ദ് ഓഡിയോഗ്രാഫി. അതെ അതെ. പിന്നെ JK അതാരാ? JK നമുക്ക് അറിഞ്ഞൂടല്ലോ. ഇനി ചെറുതാക്കിയോ, അറിയുന്ന പേരെന്തെങ്കിലും ചെറുതാക്കിയോ? എന്തായാലും നോക്കാം. ആരെങ്കിലും അറിയുന്നവരുണ്ടെന്നും പറഞ്ഞു തരണേ. അതെ അതെ. അപ്പൊ എന്തായാലും ഗംഭീര സിനിമ തന്നെ ആവട്ടെ. എല്ലാം അടിപൊളി വിജയമായി മാറട്ടെ. എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.